ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബെഡ്റൂമിൽ അതുപോലെ തന്നെ കിച്ചണിൽ ഒക്കെ വെക്കാൻ പറ്റുന്ന പൈപ്പ് ടൈപ്പ് വരുന്ന എക്സോസ്റ്റിനെ കുറിച്ചിട്ടാണ് വരുന്നത്. അത് വി-ഗാർഡ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അത് 8 ഇഞ്ച്, അത് 8 ഇഞ്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2 വർഷം വാറൻറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ MRP വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ RPM പറയുന്നുണ്ട് കറക്റ്റായിട്ട്. RPM നിങ്ങൾ കാണാൻ സാധിക്കും, 2100 RPM പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ MRP ജസ്റ്റ് നിങ്ങൾ നോക്കി അറിയാൻ വേണ്ടി 2700 സംതിങ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ആ റേഞ്ച് വരുന്നില്ല, കുറച്ചുകൂടി റേഞ്ച് കുറച്ച് നമുക്ക് എന്തായാലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 6 ഇഞ്ച് വരുന്നുണ്ട്, 8 ഇഞ്ച് വരുന്നുണ്ട്, അങ്ങനെ പല മോഡൽസും വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ 2 പ്ലേറ്റുകളാണ് അതിൻ്റെ അകത്തുള്ളത്. ഇത് അതിൻ്റെ ഗ്യാരണ്ടി പേപ്പർ, കമ്പനി തരുന്ന ഗ്യാരണ്ടി പേപ്പറും കാര്യങ്ങളൊക്കെയാണ് വരുന്നിരിക്കുന്നത്. ഒരു പ്രത്യേകത ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സൈലൻറ്റ് ഫാൻ തന്നെയാണ്. നമുക്ക് ധൈര്യമായിട്ട് ബാത്റൂമിലും ബെഡ്റൂമിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൈലൻറ്റ് ഫാൻ തന്നെയാണ്. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് സൈഡ് പൈപ്പ് ടൈപ്പാണ്. അതായത് നമ്മൾ നേരത്തെ എക്സോസ്റ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ 8 ഇഞ്ചാണെങ്കിൽ 8 ഇഞ്ചിൻ്റെ പൈപ്പ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഭിത്തിയിൽ ഉറപ്പിക്കുക. അതുമാതിരി തന്നെ 6 ഇഞ്ചാണെങ്കിൽ 6 ഇഞ്ച്. ഇതിൻ്റെ വാട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ട ടോട്ടൽ വാട്ട്സ് പറയുന്നത് 23 വാട്ട്സാണ് പറയുന്നത്. അതായത് 23 വാട്ട്സാണ് ഈ ഫാൻ ഓൾറെഡി എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഷട്ടർ ഉള്ള ടൈപ്പാണ്. ഷട്ടർ ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ഷട്ടർ ഓപ്പൺ ആവുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് അത് ക്ലോസ് ചെയ്ത് കിടക്കും. ഉണ്ടോ, ഇങ്ങനെയാണ് ക്ലോസ് ചെയ്ത് കിടക്കുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്ന കിളികളൊക്കെ കൂട് കൂട്ടുന്നത് നമ്മുടെ എക്സോസ്റ്റ് ഇരിക്കുന്ന ആ പൈപ്പിലായിരിക്കും സാധാരണ കിളികളൊക്കെ കൂട് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഷട്ടർ ഉള്ള ടൈപ്പ് വേണം നമ്മൾ വെക്കാനായിട്ട്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കാത്ത വീടുകളിലാണെങ്കിൽ കിളികളുടെ കൂട് കാര്യങ്ങൾ ഈ ഫാനിൻ്റെ അകത്തായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഷട്ടറുള്ള ടൈപ്പ് ഉപയോഗിച്ചാൽ അത്രയും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഷട്ടർ തന്നെ ഓപ്പൺ ആവും. പിന്നെ ഇത് പിടിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 സൈഡിലും സ്ക്രൂ കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്ക്രൂ കൊടുക്കാൻ പറ്റുന്ന ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു, പൈപ്പ് 6 ഇഞ്ചാണെങ്കിൽ 6 ഇഞ്ച്, 8 ഇഞ്ചാണെങ്കിൽ 8 ഇഞ്ച് പൈപ്പ് വെച്ചതിന് ശേഷം പ്ലാസ്റ്റ് ചെയ്യുന്നു. അതിലേക്ക് ഈ പൈപ്പിൻ്റെ ഭാഗം ഫ്രണ്ടിലേക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇറക്കി വയ്ക്കുന്നു. അതിനുശേഷം ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ വി-ഗാർഡ് എന്ന് പറയുന്ന ജസ്റ്റ് അതിൻ്റെ ഏറ്റവും മുകളിൽ കവറുണ്ട്. ആ കവർ ജസ്റ്റ് ഒരു ലോക്ക് സിസ്റ്റമാണ്. ലോക്ക് സിസ്റ്റം നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ടെസ്റ്ററോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പുറത്തേക്ക് വരും. കേട്ടോ, അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. ഈ ഫ്രണ്ട് വ്യൂ നമ്മൾ അടിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന 4 സ്ക്രൂ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഫിഷർ ചെയ്ത് ഡ്രിൽ ചെയ്തിട്ട് ഫിഷർ ചെയ്ത് ഉറപ്പിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ 2 സ്ക്രൂ ഉറപ്പിക്കാതിരിക്കുക. 4 സ്ക്രൂവും തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വൈബ്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ 4 സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല, വൈബ്രേഷൻ ഉണ്ടാവില്ല. അതായത് ഭിത്തിയോട് കൂടുതൽ അടുത്തിരിക്കും. അതുപോലെ തന്നെ എയറിൻ്റെ ആ റൂമിൽ നിന്നും എവിടെ നിന്നാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ എയറിൻ്റെ ടൈറ്റ് വലിച്ചു കളയുന്നതും കറക്റ്റായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഫ്രണ്ടിലെ മൂടി ഉണ്ടോ, ജസ്റ്റ് മുകളിൽ നിന്ന് 4 ലോക്കാണുള്ളത്. നേരെ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, സിമ്പിളായിട്ട് ലോക്കാവും. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ 2 സ്ക്രൂ വയ്ക്കുന്നതിനേക്കാൾ നല്ലത് 4 സ്ക്രൂ വയ്ക്കുക. ജസ്റ്റ് ഒരു ബെൻഡ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ ഫ്രണ്ടിലെ മൂടി അതിൻ്റെ അകത്തേക്ക് കയറില്ല. ഇങ്ങനെയാണ് നമ്മൾ എക്സോസ്റ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു പൈപ്പ് 8 ഇഞ്ചിൻ്റെ പൈപ്പാണ് 8 ഇഞ്ചിന്, ഇതിപ്പോൾ 8 ഇഞ്ചാണ് 8 ഇഞ്ചിൻ്റെ പൈപ്പ്, 6 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 6 ഇഞ്ച്, അങ്ങനത്തെ പൈപ്പ് ക്ലിയർ ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ നമുക്ക് എക്സോസ്റ്റ് അതിലേക്ക് പിടിപ്പിക്കാൻ സാധിക്കാൻ പറ്റും. അത് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഈ എക്സോസ്റ്റിൽ ഉപയോഗിക്കുന്ന 8 ഇഞ്ച് ഉപയോഗിക്കുന്നത് കിച്ചണിലും ബാത്റൂമിലും വേണമെങ്കിൽ നമുക്ക് ബെഡ്റൂമിലും യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.